നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി മുത്തോലപുരത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അലുമിനിയം ഫാക്ടറി അടച്ചുപൂട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഇലഞ്ഞി പഞ്ചായത്ത് സമിതി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പാലിക്കുക, നിയമലംഘനം നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യുക, പരിസര മലിനീകരണ വ്യവസായങ്ങൾ ഇലഞ്ഞിയിലേക്ക് വ്യാപകമായി വരുന്നതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, ഭൂമി ഇടപാടുകൾ, വ്യവസായ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ട് ED NIA ഏജൻസികൾ അന്വേഷിക്കണം എന്ന് BJP ഇലഞ്ഞി പഞ്ചായത്ത് സമിതി ആവശ്യപ്പെട്ടു. സമിതി പ്രസിഡന്റ് ശശികല സന്തോഷിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ധർണയിൽ ജനറൽ സെക്രട്ടറി ശ്യാംരാജ് സ്വാഗതം പറഞ്ഞു. പിറവം മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രതീഷ് T ധർണ ഉദ്ഘാടനം ചെയ്തു. വിഷം തുപ്പുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ, അതായത് ദിവസ ചെലവിന് വേണ്ടി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന സാധാരണക്കാര ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇതേപോലെയുള്ള വ്യവസായ സാമഗ്രികൾ, വ്യവസായങ്ങൾ സത്യം പറഞ്ഞാൽ അടച്ചു പൂട്ടണമെന്ന് തന്നെയാണ് പാർട്ടിയുടെ, അതായത് ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. അതേപോലെ തന്നെ ഇവിടുത്തെ UDF LDF ഇതിന് മുന്നോട്ടിറങ്ങുക, ഒരു സമരപരിപാടിയായിട്ട് മുന്നോട്ടിറങ്ങുകയോ ഇതിനു വേണ്ടി ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ആരും ഒന്നും പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ല. സാധാരണ രീതിയിൽ വ്യവസായങ്ങൾ വരുന്നത് പാർട്ടി, അതായത് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് ഒരു ഇതാണ് പൊതുവെ കണ്ടുവരുന്നത്. പക്ഷേ ഇതേപോലെ വിഷം തുപ്പുന്ന ഒരു ഫാക്ടറി, നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഫാക്ടറി അടച്ചു പൂട്ടുക എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. വൈസ് പ്രസിഡന്റുമാരായ V മോഹനൻ, ഗീത നിരവത്ത്, സെക്രട്ടറിമാരായ രാമൻകുട്ടി, സുധീഷ് മോഹനൻ എന്നിവർ സംസാരിച്ചു. ധർണയിൽ അനീഷ് പെരുമ്പടവം, സന്തോഷ് KK, നാരായണൻ, സ്വപ്നകുമാർ PS, കല്യാൺ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ